ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ, രുചകമഹായോഗം ചെയ്ത് നിൽക്കുന്നു. അതിനാൽ ധാരാളം സമ്പന്നമായ ഒരവസ്ഥ ഈ 40 ദിവസക്കാലം ചൊവ്വ പ്രദാനം ചെയ്യും. ഞാൻ പറഞ്ഞു ഏഴരശനിയും അപ്രകാരം തന്നെ 3ൽ നിൽക്കുന്ന വ്യാഴവും കാരണം മനസ്സിന് മടുത്തു നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, മേടൻ രാശിക്കാർക്ക് വേനലിനൊരു മഴയാണ്. വളരെ അനുകൂലമായി കർമ്മനിരതനാകുവാനും എല്ലാ മാസ്റ്റർ പ്ലാനിങ്ങിനും ഈ 40 ദിവസക്കാലം ഫെബ്രുവരി മാസം 23 ദിവസം വരെ വളരെ അനുകൂലമാണ്. രുചക മഹായോഗം ചെയ്ത് നിൽക്കുന്ന ഈ ചൊവ്വ. വാഹനാപകടം ശ്രദ്ധിക്കണം. ഭൂമിലാഭമുണ്ടാകും. പലപ്പോഴും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ, കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ചൊവ്വ ധാരാളം അനുഭവങ്ങൾ തരും. സഹോദരഗ്രജ, സഹോദരരിൽ മൂത്താളായി നിൽക്കുക. ഇളയവനാണെങ്കിലും പ്രായം കൊണ്ട് ഇളയവനാണെങ്കിലും കാര്യപ്രാപ്തി കൊണ്ട് മുന്നിൽ നിൽക്കുക. അപ്രകാരം സദസ്സിലും അഗ്രജ നേതൃത്വ ഗുണം പ്രകടിപ്പിക്കുന്നു ഈ ചൊവ്വ. 10ാം ഭാവത്തിൽ വളരെ ബലവാനായി നിൽക്കുന്നു. കുരേതസ്യക്കും മംഗളം മംഗളെന്നോ ജനേർഭൂയതേ മധ്യഭാവോ യതിസ്യാത് സ്വതസിദ്ധ അവതംസായതേസൗ വരാഗോപി കണ്ഠീരവയ്ക്കും ദ്വിതീയ. സ്വയം കിരീടം വയ്ക്കപ്പെടുന്നു. താൻ രാജാവാകുന്നു. ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഇപ്പോഴത്തെ നടന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിലൊക്കെ രുചക മഹായോഗങ്ങളിലെ വ്യക്തികളായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട മേയർ മുതലായ പദവി വഹിക്കുവാനും യോഗ്യരാകുന്നത്. മഹാരാഷ്ട്രയിലൊരു കൗൺസിലർ, മുനിസിപ്പൽ കൗൺസിലർ, കേവലം ഒരു ഗ്രാമസഭയിലെ, മുനിസിപ്പൽ സഭയിലെ, കോർപ്പറേറ്റ് സഭയിലെ ഒരു മെമ്പർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കും. ഒരു MLA വരെ ആയിരക്കണക്കിനാണ്. ഒരു MP ആണെങ്കിൽ സ്വത്ത് സമ്പാദിക്കുക 5000 കോടി രൂപയാണ്. 5 വർഷം കൊണ്ട് ആവശ്യത്തിന് കാശുണ്ടാക്കും മഹാരാഷ്ട്ര. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ മഹാരാഷ്ട്രക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. മഹാരാഷ്ട്രയുടെ ഓരോ മുക്കും മൂലയും അറിയുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ ഓരോ സ്ഥലത്തും എനിക്കറിയാം അവിടുത്തെ രാജാക്കന്മാരാണ് അവിടെയുള്ളത്. അത് ഏത് പദവി വഹിച്ചാലും. നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷന് മുമ്പും പരസ്പരം ശത്രുക്കളായി ഒരു പണിയുമില്ലാതെ ഡയറി എടുത്ത് നടക്കുന്ന രാഷ്ട്രീയം മഹാരാഷ്ട്രയിലില്ല. അതാദ്യം അറിയുക. മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ ഒരു ഇലക്ഷൻ വരുമ്പോഴാണ് ജനങ്ങൾ സജീവമാവുക, നേതാക്കൾ സജീവമാവുക. അതുവരെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ രാഷ്ട്രീയക്കാർക്കിടയിലില്ല. അവർ ഒന്നിച്ച് മദ്യപിക്കും. ബാക്കി എല്ലാ പരിപാടികളും അവർ ഒന്നിച്ചുണ്ടാകും, സപ്പോർട്ട് ചെയ്യും. നമ്മളെപ്പോലെ 24 മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനമില്ല എന്ന് ചുരുക്കം. അതാണ് മഹാരാഷ്ട്രയിൽ ഞാൻ കണ്ട വലിയ പ്രത്യേകത. അവരുടെ കർത്തവ്യം ഇലക്ഷൻ കഴിഞ്ഞു, ജയിച്ചു, പിന്നെ അവർ നന്നായി അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് അവർ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് കാശുണ്ടാക്കേണ്ട ഒരേ ഒരു ഉത്സാഹമായിരിക്കും. ഏതായാലും മേടൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. അവർ മുന്നോട്ട് നയിക്കുന്ന സമയമാണ്. നന്നായി ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന സങ്കേതങ്ങളിൽ രക്തപുഷ്പാഞ്ജലി കടുംബാസം ചെയ്യുക. കർമ്മതടസ്സമുണ്ടെങ്കിൽ, കാരണം ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യമുണ്ട്. വൃശ്ചികൻ രാശിയുടെ 8ാം ഭാവമാണ്. അത് കർമ്മത്തിൽ നിൽക്കുമ്പോൾ പേരുദോഷം ഏതെങ്കിലും രീതിയിൽ വരിക, അഴിമതി ആരോപണങ്ങൾ വരിക, സ്ഥാനം ഒഴിയേണ്ടി വരിക മുതലായ പ്രയാസങ്ങൾ ചെന്ന് ചാടാതിരിക്കണം. എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ശോഭനമായ 40 ദിവസക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.